ഹലോ ഗൈസ്, ഞങ്ങളിപ്പോൾ നിൽക്കുന്നതല്ല, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പത്തനംതിട്ട. എല്ലാവരും പറയുന്നത് പോലെ ഇതൊരു മലയോര റാണിയാണ് പത്തനംതിട്ട എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഞങ്ങളുടെ പത്തനംതിട്ടയിലെ ഏറ്റവും വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ പ്ലേസ് എന്ന് വിശേഷിപ്പിക്കാവുന്ന, നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ടാൽ പെട്ടെന്ന് കിട്ടുന്ന, യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു സ്ഥലം, പത്തനംതിട്ട ചുട്ടിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ്, അണച്ചിട്ട് വയ്യ. സോ ഞാൻ നിങ്ങളെ ഒരു ചെറിയൊരു കാഴ്ച കാണിക്കാം. പത്തനംതിട്ടയുടെ എന്താ പറയുക, ഇവിടെ വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട മുഴുവൻ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനത്തെ ഒരു സ്ഥലമാണിത്. നിങ്ങൾ എൻ്റെ ബാക്ക് സൈഡ് നോക്കുക, നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് ഈ കാണുന്നതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. അതിനപ്പുറം ഒരു വലിയൊരു പള്ളി കാണാമോ നിങ്ങൾക്ക്? ഇതുകൊണ്ട് ആ പള്ളി നമ്മുടെ അടൂർക്ക് പോകുന്ന സ്ഥലത്തെ ഒരു വലിയൊരു ഓർത്തഡോക്സ് പള്ളിയാണ്. എൻ്റെ ബാക്ക് സൈഡ് മുഴുവൻ കാണുന്നത് നമ്മുടെ പത്തനംതിട്ടയാണ്. എത്രത്തോളം ഭംഗിയുണ്ട് ഈ വീഡിയോയിലെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡ് അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു വ്യൂ ആണ്. സോ ഞാൻ നിങ്ങൾക്ക് ക്യാമറ ഒന്ന് തിരിച്ച് കാണിക്കാം. ഇതാണ് ഇത് പത്തനംതിട്ട ഫുൾ ടൗൺ ആണ് ഈ കാണുന്നത്. അതുകൊണ്ട് ആ കാണുന്നതാണ്, നിങ്ങൾ എൻ്റെ കൈയുടെ നേരെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ കാണുന്നതാണ് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്. ഇതെല്ലാം പത്തനംതിട്ടയാണ്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഈ സ്ഥലം ഇപ്പം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഇനി ഞങ്ങൾ ഈ മല കയറിക്കൊണ്ട് നിൽക്കുകയാണ്. മൈ വൈഫ് ഈസ് വെയിറ്റിംഗ് ദെയർ. ഓ മൈ ഗോഡ്, she is already tired. Actually I am also tired. നോക്കിയാൽ കണ്ടോ, കാണാൻ പറ്റും. ശ്വാസം മുട്ടുന്നു. ഭയങ്കര കയറ്റമാണ്. കയറ്റം എന്നുള്ള സംഭവം ഒഴികെ, കയറ്റം മീൻസ് കയറ്റം, പലയിടത്തും പല രീതിയിലാണ് പറയുന്നത്. കണ്ടോ? സൺഡേ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒരു പ്ലേസാണ് ചുട്ടിപ്പാറ എന്ന് പറയുന്നത്. പക്ഷെ ഇന്ന് തിങ്കളാഴ്ചയാണ്. ഇന്നും ഇവരിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് അമ്പലമാണ്. ഞങ്ങൾ ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് പോകാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ആ അമ്പലം. സോ ഒരുപാട് പേര് ഇവിടെ കടന്നു വരാറുണ്ട്. ഇതിൻ്റെ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ ആണ്. കാരണം അത്ര ഭംഗിയുള്ളൊരു സ്ഥലം. ഇത് ഞങ്ങൾ നിൽക്കുന്ന ഒരു പാറയാണ്. ഈ പാറയുടെ മിഡിലിൽ ഇതുപോലൊരു എന്താ പറയുക, നമുക്കൊരു കൊക്ക എന്ന് തോന്നത്തക്ക രീതിയിലുള്ളൊരു സ്പേസ് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങോട്ട് പോകണ്ട, ഇച്ചിരി ഡേഞ്ചറാണ്. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഒരു പാറ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അപ്പുറത്തെ സൈഡിലെ ഒരു പാറയാണ് ആ കാണുന്നത്. അതിന് ശേഷവും ഒരു പാറയുണ്ട്. ഈ പാറകൾക്കൊരു പേരുണ്ട്. എനിക്കത് വലിയ ധാരണയില്ല, പേരെന്താണ് അറിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല.
പക്ഷേ ഇവിടെ നിന്നുള്ളൊരു വ്യൂ എന്ന് പറയുന്നത് അത്ര ഗംഭീരം എന്ന് തന്നെ പറയാം. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു വ്യൂ. അതായത് നമുക്കൊരു ഈ പണ്ടുള്ള പഴമക്കാർ പറയുന്നില്ലേ, പച്ചപ്പും ഹരിതാപവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വന്ന് കണ്ടു പോകാൻ പറ്റിയ ഒരു സ്ഥലം എന്ന് വേണേൽ പറയാം. പക്ഷെ ഞങ്ങൾ ഈ വന്ന സമയത്ത് ആരും വരരുത്. ഞങ്ങൾ വന്നിരിക്കുന്ന സമയമെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു 11-12 മണിയോടാണ് ഉച്ച സമയമാണ്. ഒരു ഉച്ച സമയം തന്നെ പറയാം. നിങ്ങൾ നോക്ക്, ഞാൻ പറയുന്നത് ആ സ്ഥലം നമ്മുടെ പത്തനംതിട്ട ഫുള്ളാണ് ഈ കാണുന്നത്. അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന എന്താ രസമെന്നറിയാമോ? അതായത് പത്തനംതിട്ട നമുക്ക് മുഴുവൻ തന്നെ കാണാൻ പറ്റും. പത്തനംതിട്ട നമുക്ക് ടൗണെല്ലാം ഇവിടെ നിന്നാൽ കാണാൻ പറ്റും. പത്തനംതിട്ട മുസ്ലിം പള്ളി കാണാം, പത്തനംതിട്ടയിലെ ക്രിസ്ത്യൻ പള്ളി കാണാം. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് എന്താ പറയുക, അമ്പലത്തിൻ്റെ ഈ ചുട്ടിപ്പാറ എന്ന് പറയുന്നൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ട്. അമ്പലത്തിൻ്റെ അവിടെ നിൽക്കുന്നൊരു പാറയിലാണ്. എല്ലാം നമുക്ക് കാണാൻ പറ്റിയൊരു സ്ഥലം എന്ന് തന്നെ പറയാം ചുട്ടിപ്പാറ. സോ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ്. ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങളാരും ഈ ഒരു ഉച്ച സമയത്ത് വരരുത്. ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിക്ക് ഒന്ന് കണ്ടു പോകാമെന്ന് കരുതി കയറിയത് മാത്രമാണ്. ഉണ്ടോ എന്താ രസമെന്ന് നോക്കി. ഇതാണ് ഞാൻ ആ പറഞ്ഞ അമ്പലം എന്ന് പറയുന്നത്. കൊണ്ട് അവിടെയാണ് അമ്പലം. നല്ല വെയിലുണ്ട് കേട്ടോ ഇപ്പോൾ ഈ സമയത്ത്. ഭയങ്കര വെയിലാണിപ്പം. ഉണ്ടോ, ബ്ലസ്സി അവിടെ നിൽപ്പുണ്ട്. ബ്ലസ്സി സത്യം പറഞ്ഞാൽ ടയേർഡായി. കാരണം നല്ല കയറ്റമാണ്. നമുക്ക് ബൈക്കിന് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഒരു കാര്യം കൂടെ പറയാം. ബൈക്ക് കൊണ്ട് മേലോട്ട് കയറി വരരുത്. താഴെ ഒരു ബൈക്കൊക്കെ വെക്കാനൊരു സ്പോട്ടുണ്ട്. അവിടെ ബൈക്ക് വെച്ചതിന് ശേഷമേ കയറി വരാമുള്ളൂ. കാരണം ഒരു കുത്ത് കയറ്റമായതുകൊണ്ട് ഒരല്പം ഡേഞ്ചറാണ്. 2 പേരൊക്കെ പ്രത്യേകിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ ബാക്കിലിരിക്കുന്ന ആൾ പുറമോട്ട് പോകാനായിട്ട്, ബാക്കിലേക്ക് പോകാനൊരു സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളാരും ബൈക്കിൽ വരരുത്. പ്ലേസ് നോക്കുക. വെയിലുള്ളത് കൊണ്ടൊരു ഇതുള്ളേ ഉള്ളൂ, പക്ഷേ അത്രയും ബ്യൂട്ടിഫുൾ. Say hi. സോ ഗൈസ്, ഞങ്ങൾ പത്തനംതിട്ട ചുട്ടിപ്പാറ എല്ലാം കണ്ടു. ഞങ്ങളെ കൊണ്ടാകുന്ന രീതിയിൽ നിങ്ങളെയും കുറച്ച് കാണിക്കാൻ ശ്രമിച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ തന്നെ ഇറങ്ങുകയാണ് താഴോട്ട്. എന്താ പറയുക, ഒരുപാട് പേര് ഇവിടെ അമ്പലത്തിൽ തൊഴാനായിട്ടൊക്കെ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇറങ്ങുക. അപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങുകയാണ്. ഇത് കണ്ടേ, നമ്മളിങ്ങനെ കയറി വരുന്നിടത്ത് അവർ അങ്ങനെ ഒരു ചെറിയ ഒരു സേഫ്റ്റി പ്രിക്കോഷൻസിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനൊരു എന്താ പറയുക, കൈവേലിയൊക്കെ കെട്ടിയിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. കാരണം അതായത് ഫാമിലിയായിട്ടൊക്കെ വരുമ്പോഴേ ഈ എന്താ പറയുക, കുട്ടികളെ കൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരല്പം നല്ലതാണ്. കാരണം ഇവിടെ മൊത്തം പറഞ്ഞില്ലേ, ഇത് മുഴുവൻ പാറയാണ്. ഇത് നിൽക്കുന്നത് പാറയുടെ മുകളിലാണ്. കണ്ടോ എന്താ രസം നോക്കി. അവിടെ ഒരു ഇന്ന് അമ്പലത്തിൽ എന്തോ ഒരു ചടങ്ങുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൾക്കാർ അവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. സോ അവർ സത്യത്തിൽ ഇത് സൺഡേ മാത്രം ഓപ്പൺ ചെയ്യുന്ന ഒന്നാണ്. സൺഡേസിൽ മാത്രമേ ഇത് ഓപ്പൺ ആകാറുള്ളൂ. ഇപ്പോൾ ഇത് ഇന്ന് തിങ്കളാഴ്ചയാണ്. സോ അവർ ഇന്നത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആരെങ്കിലും ഈ ചുട്ടിപ്പാറ കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ വരികയാണെങ്കിൽ നിങ്ങൾ സൺഡേ തന്നെ വരിക. കാരണം സൺഡേ ആണിത് ഓപ്പണായിട്ട്, അതായത് കൂടുതലും വിസിറ്റേഴ്സിന് ഓപ്പണായിട്ട് ഉള്ളത്. ഇങ്ങനെ നമുക്ക് കാണാൻ സാധിക്കും ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. സോ നല്ലൊരു സ്ഥലമാണ്. അതായത് ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ വരുന്നവർ മാക്സിമം സൺഡേയിൽ വരിക. സൺഡേയിൽ വന്നിട്ട് എനിക്കിത് പറഞ്ഞിട്ട് മതിയാവുന്നില്ല. എന്താ ഇവിടുത്തെ വ്യൂ എന്നത് നമുക്ക് ഫോണിലൂടെ എത്രത്തോളം അത് ക്ലിയർ ആണെന്നുള്ളത് അറിയില്ല. പക്ഷെങ്കിൽ ഈ നേരിട്ട് കാണുക എന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അത്രയ്ക്ക് ഭംഗിയാണ്. ഇതാണ് അതിൻ്റെ കാഴ്ച. ഇതാണ് ഫുൾ കാഴ്ച എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ നേരിട്ട് കണ്ണിൽ കാണുന്ന ആ ഒരു ഭംഗി നമുക്ക് ഫോണിൽ അത് കിട്ടില്ല.
അത്രയും രസമാണ്. ഇങ്ങനെ ഞങ്ങൾ ഇറങ്ങി താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നിങ്ങളോട് ഒരു കാര്യം കൂടെ, വരുന്നവർ മാക്സിമം വൈകുന്നേരങ്ങളിൽ വരാൻ ശ്രമിക്കുക. വൈകുന്നേരം ആകുമ്പോൾ വെയിൽ കുറവാണ്. ഇതിപ്പോൾ ഉച്ചസമയം ആയതുകൊണ്ട്, ഞാൻ പറഞ്ഞില്ല ഉച്ചയ്ക്ക് ഞങ്ങൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരുന്ന വഴിയായതുകൊണ്ട് ഞങ്ങൾ വന്ന് കയറി എന്നുള്ളതേ ഉള്ളൂ. പത്തനംതിട്ട ആണെങ്കിൽ എൻ്റെ സ്ഥലം പത്തനംതിട്ട ആണെങ്കിൽ പോലും ഒരുപാട് നാളിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. അപ്പം ഞാൻ പണ്ട് വന്നിട്ടുണ്ട്, പക്ഷേ ചില മാറ്റങ്ങളൊക്കെ നേരത്തതിനേക്കാൾ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ. എന്താ പറയുക, അപ്പോൾ മാക്സിമം വൈകുന്നേരം വന്നാൽ, ഈവനിങ് ടൈമിൽ നമ്മൾ വന്നാൽ ഇത്രയും വെയിലുണ്ടായിരിക്കത്തില്ല. അതാകുമ്പം നമുക്കൊരു എന്താ പറയുക, ഈവനിങ് ഒക്കെ ടൈം കുറച്ച് നേരം സ്പെൻഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു തണൽ കിട്ടി ആണെങ്കിൽ നമുക്കൊരു ഈവനിങ്ങിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം നമുക്കിവിടെ ചിലവഴിച്ചിട്ട് പോകാൻ സാധിക്കും. അത്രയും എന്താ പറയുക, രസമായൊരു സ്ഥലം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. സോ ഞങ്ങൾ ഇനി ഇതെല്ലാം കാഴ്ച കണ്ട് ഞങ്ങൾ തിരിച്ചിറങ്ങുകയാണ്. നിങ്ങളെ ഇവിടുന്ന് സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് പോകുമ്പോൾ ഒരു കാഴ്ച കാണിക്കാം. ഇപ്പം നമ്മൾ ആ സ്റ്റെപ്പ് കയറി പോയ ആ ഒരു ഭാഗമാണിത്. ഇതതിൻ്റെ എൻട്രൻസിലേക്കാണ് പോകുന്നത്. ഒരു എന്താ പറയുക, ഇവിടെ നിൽക്കുമ്പോഴേ നമുക്ക് ഏകദേശം കാണാൻ പറ്റും. പക്ഷേ ആ പാറയുടെ മുകളിൽ നിൽക്കുന്ന ഒരു വ്യൂ നമുക്ക് സത്യത്തിൽ ഇവിടെ കിട്ടത്തില്ല. പക്ഷെ എന്നാലും ഒരു എന്താ പറയുക, നിങ്ങൾക്ക് നേരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, അത്രയും ഭംഗിയുണ്ട്. കണ്ടോ, നല്ലൊരു രസമായ ഒരു സ്ഥലം. ഇവിടുന്ന് കുറച്ച് താഴെ വേണം നമുക്ക് ബൈക്കിലൊക്കെ വരികയാണെങ്കിൽ ബൈക്ക് പാർക്ക് ചെയ്യാൻ. ഒറ്റയ്ക്ക് വരുന്നവർക്ക് വേണമെങ്കിൽ കയറി വരാം, പക്ഷേ ഒരു കുത്ത് കയറ്റമായതുകൊണ്ട് ഒരു അല്പം റിസ്ക് ഉണ്ട്. സോ ആരും റിസ്ക് എടുക്കണ്ട, വണ്ടി താഴെ വെച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. കാണിച്ചതുപോലെ തന്നെ എൻട്രൻസിൻ്റെ ഭാഗത്താണ് നിൽക്കുന്നത്. എന്താ പറയുക, നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ വളരെ നല്ലൊരു സ്ഥലമാണ്. ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ മെയിൻ ഒരു കാരണം വേറൊന്നുമല്ല, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത്, പണ്ടുള്ള ഒരുപാട് ആൾക്കാർ പറയാറില്ലേ കുറച്ച് ഹിഡൻ സ്പോട്ടുകൾ ഉണ്ടെന്നുള്ളത്. ഈ ഹിഡൻ സ്പോട്ടുകൾ എന്ന് പറയുന്ന സംഭവം ഒരുപാട് പേർക്ക് അറിയത്തില്ല. അപ്പം ഈ ചുട്ടിപ്പാറ അത്യാവശ്യം ഫേമസ്ഡ് ആണ്, പക്ഷേ എന്നാൽ പോലും അനേകർ വരാത്ത ആൾക്കാരുണ്ട്. സോ അവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് കേട്ടോ. സോ നിങ്ങളെല്ലാവരും ഈ സ്ഥലം കാണാൻ പറ്റുന്നവർ വരുന്നത് കാണുക. ഇതുപോലെ ഞാൻ പറഞ്ഞൊരു ഈവനിങ് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ വന്ന് ഈ സ്ഥലം കാണുക. എന്താ പറയുക, ഒരു ഈവനിങ് വൈബിന് പറ്റിയൊരു സ്ഥലം എന്നാണ് എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാൻ വന്നപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തൊരു കാര്യമാണ്. ഞങ്ങൾ പറഞ്ഞില്ല ഉച്ചയ്ക്ക് വന്നതുകൊണ്ട് ഒരു വൈകുന്നേര സമയത്താണെങ്കിൽ ഇതിലും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് സ്ഥലം കാണാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെടും, മസ്റ്റ്. നിങ്ങൾക്ക് എൻ്റെ ഒരു 100% ഷുവറാണ്. സോ നിങ്ങൾക്ക് എന്താ പറയുക, സ്പോട്ട് ഇഷ്ടപ്പെടും. എനിവേ ഈ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ബൈ.